എന്നോ കണ്ടു മറന്നൊരു ഓർമ്മയുടെ ആലസ്യത്തിലേക്ക് വഴുതി വീണ സ്വപ്നത്തിൻ്റെ അകമ്പാളികൾക്കുള്ളിൽ വഴിമറന്ന് നിന്നപ്പോഴായിരുന്നു പെട്ടെന്ന് ബോധമണ്ഡലത്തിലേക്ക് ഉണർത്തുന്നൊരു അലോസര ശബ്ദം പോലെ മൊബൈൽ ഉച്ചത്തിൽ മുഴങ്ങിയത്. നേരം പുലരുന്നതേയുള്ളായിരുന്നു. നേർത്തൊരാവരണം പോലെ മഞ്ഞ് ഭൂമിയെ പുണർന്നു കിടക്കുന്നു. ഭൂമി തന്നെ നനഞ്ഞ ശരീരത്തിലേക്ക് പടർന്ന മഞ്ഞിൻ്റെ ഓരോ കണികളെയും തന്നിലേക്ക് ആഴത്തിലാഴ്ത്തി തൻ്റെ പ്രണയസാഫിൽ നേടുന്ന തിരക്കിലായിരുന്നു. ദൂരെ കിഴക്ക് വെള്ളകീറി ഉദയാർക്കൻ പതിയെ മുഖമുയർത്തുന്നു. നിന്നുപോയ ശബ്ദം വീണ്ടും ഉയർത്തി മൊബൈൽ പിന്നെയും ജീവൻ വെച്ചപ്പോഴായിരുന്നു ഞാൻ എന്നെ വിളിച്ചുണർത്തിയ മണിമുഴക്കത്തെപ്പറ്റി വീണ്ടും ഓർത്തത്. പരിചയമില്ലാത്തൊരു നമ്പർ മൊബൈൽ സ്ക്രീനിൽ നിന്ന് തിളങ്ങി. ആരായിരിക്കും ഇത്ര രാവിലെ എന്ന ജിജ്ഞാസയോടെ മൊബൈൽ കാതോട് ചേർക്കുമ്പോൾ പ്രിയമുള്ള ഒരാളാരോ എന്ന് മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു. ഹലോ പ്രിയ, ഞാൻ ഋതുവാണ്, എന്നെ മനസ്സിലായോ എന്നോ കേട്ട് മറന്നൊരു ശബ്ദം കാതിലേക്കിറങ്ങി. ഓർമ്മകളിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണം നടത്തി തിരിച്ചു വന്ന് കിതച്ച് നിന്നുകൊണ്ട് ക്ഷമ പറഞ്ഞു. ഞാൻ ഋതിക, മറന്നോ നീ? മനസ്സിൻ്റെ ഉള്ളറകളിൽ എവിടെയോ അത്ര കണ്ട് സ്നേഹത്തോടെ എഴുതി വച്ചിരുന്നൊരു പേര്, ഋതു. എന്നോ മറവിയുടെ ക്ലാവ് പിടിച്ച് മയങ്ങിക്കിടന്നെടുത്ത് നിന്ന് പെട്ടെന്ന് ഓർമ്മയിലേക്ക് വന്നു. മറന്നോ നീ എന്ന് സജലമിഴിയോടെ മുഖത്തേക്ക് നോക്കുന്നു. ഋതിക, എൻ്റെ ഋതു. നെഞ്ചിനുള്ളിൽ വാത്സല്യത്തിൻ്റെ ഒരു നീരുറവ പൊട്ടുന്നു. മിഴിത്തുമ്പിലേക്ക് പടരുന്നൊരു നീർത്തുള്ളി പൊഴിയാൻ മടിച്ച് അവിടെ തന്നെ നിലയുറപ്പിച്ചു. എന്നാണ് കുട്ടി ഞാൻ നിന്നെ മറന്നു തുടങ്ങിയത്. ജീവിതത്തിൻ്റെ അപ്രതീക്ഷിത വഴിത്തിരിവുകളിൽ പകച്ച് നിന്നപ്പോൾ, പ്രിയപ്പെട്ടവയെല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നപ്പോൾ, എന്നോ മറവിയുടെ വൽക്കലം മൂടി ഞാൻ നിന്നെയും പിന്നിലെവിടെയോ ഉപേക്ഷിച്ചിരിക്കാം. കുറ്റബോധത്തിൻ്റെ ഭാരം തൂങ്ങിയ മനസ്സുമായി ഞാൻ അവളെ വിളിച്ചു. 6 വർഷം മുമ്പത്തെ പോലെ കോളേജിൻ്റെ പടിക്കെട്ടുകളിൽ ഓടിയിറങ്ങുന്ന എൻ്റെ പഴയ ഋതു എന്ന പോലെ. പ്രിയ, ഞാൻ നാട്ടിൽ വന്നിട്ടുണ്ട്. ഒരാഴ്ചയെ വന്നിട്ട് 2 ദിവസം കൂടി ഉണ്ടാവും ഇവിടെ. എനിക്ക് നിന്നെ ഒന്ന് കാണണം. നീ വീട്ടിലുണ്ടാവണം, ഞാൻ വരും. കോൾ കട്ടായി. മൊബൈൽ സ്ക്രീൻ മിഴിയടച്ചിട്ടും ഫോൺ കാതോട് ചേർത്ത് അങ്ങനെ തന്നെ നിന്നുപോയി ഒരു നിമിഷം. പിന്നീട് മുറിവിട്ട് പുറത്തിറങ്ങി പപ്പമ്മ കൂട്ടിത്തന്ന ചൂട് കാപ്പിയും കുടിച്ചുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങുന്ന പടിക്കെട്ടിലിരുന്നു. പത്രത്താളുകളിലേക്ക് മിഴികൾ നീട്ടുമ്പോഴും ഋതു മനസ്സിൽ കിടന്ന് വിളിച്ചുകൊണ്ടേയിരുന്നു. എന്നായിരുന്നു ഞാൻ അവളെ ആദ്യമായി കണ്ടത്. മറവിയുടെ ചുഴിക്കുത്തിലേക്ക് ഊർന്നുപോയി ജീവൻ വെടിഞ്ഞ ഓർമ്മകളെല്ലാം. ഒരു ക്യാൻവാസിലേക്ക് പതിക്കുന്ന ചിത്രകാരൻ്റെ ബ്രഷുകൾ തീർക്കുന്ന ഛായാചിത്രം പോലെ മനസ്സിൻ്റെ തിരശ്ശീലയിൽ വന്ന് നിറയാൻ തുടങ്ങി. കോളേജ് ലൈബ്രറിയുടെ തണുത്ത മങ്ങിയ പഴകി കടുപ്പം കൂടിയ ചന്ദന നിറമുള്ള ചുവരുകൾക്കിടയിൽ ഒരു കിളിക്കുഞ്ഞിൻ്റെ കുറികൾ പോലെ ആദ്യമായി അവൾ എന്നോട് "ക്യാൻ ഐ ഗെറ്റ് യുവർ പെൻ പ്ലീസ്" എന്ന് ചോദിച്ചത് വർഷങ്ങളുടെ ദൂരങ്ങൾക്കുമപ്പുറം ഇന്നും അതേ തെളിമയോടെ കാതിൽ മുഴങ്ങുന്നു. എൻ്റെ കോളേജിലൊരു മദാം കുട്ടി എവിടുന്നാണ് വഴിതെറ്റി വന്നെന്നോർത്ത് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഞാൻ അവളെ ആദ്യമായി കണ്ടത്. കവിളിൽ സന്ധികൾ ചാർത്തിയ ചായം പോലെ കുങ്കുമപ്പൂവുകൾ വിടർന്നു നിൽക്കുന്ന തിളങ്ങുന്ന കണ്ണുകളുള്ളൊരു പെൺകുട്ടി. തിരികെ നൽകാൻ മറന്നു നടന്നു നീങ്ങി അവൾക്ക് പിന്നാലെ ഓടിപ്പോയി തിരികെ ചോദിച്ച പേനക്കൊപ്പം നൽകിയ സോറിയിൽ ഒരു സൗഹൃദം തുടങ്ങുകയായിരുന്നു അവിടെ. മുജ്ജന്മങ്ങളിലെന്നോ ഏതോ ഒരാൾക്കൂട്ടത്തിൽ കൈവിട്ടുപോയ സ്വന്തം കൂടപ്പിറപ്പിനെ തിരികെ കിട്ടിയ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വന്തം മനിയത്തിയായി കൂട്ടുകാരിയായി ഞാൻ അവളെ കൂടെ കൂട്ടി. ഋതിക എലിസബത്ത് ജോൺ, അതായിരുന്നു അവളുടെ പേര്. അമേരിക്കയിൽ ജനിച്ചു വളർന്നൊരു പാവം പെൺകുട്ടി. അമേരിക്കയിൽ നേഴ്സായിരുന്നു അവളുടെ മമ്മി. തിരുവല്ലയിലെ ഒരു പഴയ ക്രിസ്ത്യൻ കുടുംബത്തിൽ അത്താണി. കുടുംബത്തിൻ്റെ പ്രാരാബ്ധത സ്വയം ചുമലിലേറ്റാനായിരുന്നു എലിസബത്ത് നഴ്സിംഗ് പഠിക്കുന്നതും അമേരിക്കയിലേക്ക് കുടിയേറാനൊരു അവസരം വന്നപ്പോൾ ഇറങ്ങി പുറപ്പെട്ടതും. കോഴിക്കോട്ടുകാരൻ ജോൺ മാനുവൽ ഐസക്കിനെ കണ്ടതും ഇഷ്ടപ്പെട്ടതും അവിടെ വെച്ച് തന്നെയായിരുന്നു. പരസ്പരമുള്ള ഇഷ്ടം വീട്ടുകാരും എതിര് പറയാതിരുന്നപ്പോൾ ഉടൻ തന്നെ വിവാഹവും ഉറപ്പിച്ചു. ജീവിതം വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോയി. ആ സന്തോഷം ഇരട്ടിയാക്കാനെന്ന വണ്ണം ദൈവം അവർക്കൊരു നക്ഷത്ര കണ്ണുള്ള ഒരു കുഞ്ഞിനെ നൽകി. അവർ അതിന് ഋതിക എന്ന പേര് ചൊല്ലി വിളിച്ചു. ഋതുവിൻ്റെ ജനനത്തിന് ശേഷം സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന അവരുടെ ജീവിതത്തിനുമേൽ കരിനിഴൽ പടരുന്നതും കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിയതും പെട്ടെന്നായിരുന്നു. പിന്നീടെന്നോ ഒത്തുപോവാൻ കഴിയില്ലെന്ന് ഉറപ്പായപ്പോൾ ഡിവോഴ്സ് എന്ന ഒറ്റവാക്കിൽ ഒത്തുചേർന്ന 2 ഒപ്പുകൾ അത് വിധിച്ച് നൽകിയ സ്വാതന്ത്ര്യത്തോടെ അവർ ഇരുവഴി പിരിഞ്ഞ് നടന്നകന്നു. ഋതു അമ്മയോടൊപ്പം അമ്മയുടെ ഫ്ലാറ്റിൽ അവൾ സ്വയം തീർത്ത ഏകാന്തതയുടെ മാറിൽ മുഖം ചേർത്തു. കണ്ണീർ പാടുണങ്ങിയ മുഖത്തോടെ ആരോടും മിണ്ടാതെ കഴിഞ്ഞുകൂടി. ഒരു തരത്തിൽ ഋതു ആശ്വസിക്കുകയായിരുന്നു. ഇനിയും പപ്പയുടെ ബെൽറ്റിൻ്റെ അരമുള്ള നാവിൻ തുമ്പ്
തൻ്റെ പുറന്തോലുകൾ നക്കിയെടുക്കില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ. എന്നാലും പപ്പയും മമ്മിയും പിരിഞ്ഞത് അവളുടെ കുഞ്ഞു മനസ്സിൽ ആഴത്തിലുള്ള മുറിവുകൾ വീഴ്ത്തിയിരുന്നു. സ്വയം ഉൾവലിഞ്ഞ് നിശബ്ദമായി കരഞ്ഞിരുന്ന മകൾ എലിസബത്തിനും എന്നും വേദനയായിരുന്നു. ഡിവോഴ്സ് നേടി അധികം വൈകാതെ തന്നെ ജോൺ മറ്റൊരാളെ വിവാഹം കഴിച്ചു എന്നറിഞ്ഞപ്പോൾ ഋതിക മമ്മിയെ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങി, മനസ്സിലാക്കാൻ തുടങ്ങി. വർഷങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ഋതു കോളേജിൽ അഡ്മിഷൻ എടുക്കാനിരുന്നപ്പോഴായിരുന്നു തിരുവല്ലയിലെ അപ്പച്ചന് വയ്യാതെ കിടപ്പിലായതിനാൽ മമ്മി ഒരു വർഷം നാട്ടിൽ വന്ന് നിൽക്കാൻ തീരുമാനിച്ചത്. പപ്പയോടൊപ്പം പണ്ടെന്നോ കോഴിക്കോട്ട് വന്നിരുന്നതിൻ്റെ മുറിപ്പെടുത്തുന്ന ഓർമ്മകൾ ഒഴിച്ചാൽ അവൾക്കും തൻ്റെ സ്വന്തമല്ലാത്ത തൻ്റെ നാടിൻ്റെ നിറമുള്ള ചിത്രങ്ങളെന്നും സ്വപ്നങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ അവളും മമ്മിയോടൊപ്പം ഫ്ലൈറ്റ് കയറിയതും എൻ്റെ കോളേജിൽ വന്നു ചേർന്നതും. ഒരേ ഡിപ്പാർട്ട്മെൻ്റ് അല്ലാതിരുന്നിട്ടും ഞങ്ങൾ അടുത്ത കൂട്ടുകാരികളായി മാറി. കോളേജ് ഗ്രൗണ്ടിൻ്റെ വശങ്ങളിൽ വരിവരിയായി നിൽക്കുന്ന വാഗമരങ്ങളുടെ ചുറ്റും കെട്ടിയിരിക്കുന്ന സിമെൻ്റ് ബെഞ്ചിൽ എൻ്റെ മടിയിൽ കിടന്നവൾ തുളുമ്പുന്ന മിഴികളോടെ 20 വർഷം അനുഭവിച്ച പേടിപ്പെടുത്തുന്ന ഏകാന്തതയുടെ ഓർമ്മകളുടെ ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളുടെ കഥ പറയുമായിരുന്നു. കോളേജിലെ ഈ നിമിഷങ്ങളാണ് ഇതുവരെയുള്ള ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളെന്ന് പറഞ്ഞ് എന്നെ നോക്കി ചിരിക്കുന്ന ഋതു ഓർമ്മയിൽ നിന്നും തങ്ങി നിൽക്കുന്ന മുഖമായിരുന്നു. ഡിഗ്രി അവസാന വർഷം അപ്പച്ചൻ മരിച്ചു. അതോടെ അവളുടെ മമ്മി തിരികെ പോവുകയും ചെയ്തു. അവൾ വെള്ളിയമ്മച്ചിക്കും സെർവൻ്റ് ഏലിയാമ്മച്ചിക്കും ഒപ്പം നാട്ടിൽ തന്നെ കൂടി. PGക്ക് അവൾ കൊച്ചിയിലേക്ക് പോയതിനാൽ പിന്നീട് ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. വല്ലപ്പോഴും വന്നിരുന്ന ഫോൺ കോളുകളിൽ മാത്രം പരസ്പരം അറിഞ്ഞു ബന്ധങ്ങളുടെ നൂലുകൾ പൊട്ടാതെ കാത്തു സൂക്ഷിച്ചു. പിന്നീടെന്നോ അതും നിലച്ചു. വല്ലപ്പോഴും മാത്രം മനസ്സിൻ്റെ ശൂന്യതയിലേക്ക് അടിച്ചു കയറുന്ന ഓർമ്മകളുടെ തിരകൾ പോൽ അവളും വന്നു. ചിരിച്ചു കൈയെത്തി പിടിക്കാനായുമ്പോൾ തിരിഞ്ഞു നടക്കുമായിരുന്നു. കാലത്തിൻ്റെ കുളമ്പടിപ്പാടുകൾ നീളുന്നതിനനുസരിച്ച് അവയും ശക്തി ക്ഷയിച്ച് മറവിയുടെ ലോകത്തിലേക്ക് കുടിയേറി. പിന്നീട് ഒരിക്കൽ ആരോ പറഞ്ഞറിഞ്ഞത് അവൾ കൊച്ചിയിലുള്ള ആരോടൊപ്പമോ ഇറങ്ങിപ്പോയി എന്ന്. ജനിച്ചപ്പോൾ മുതൽ അനുഭവിക്കുന്ന ഏകാന്തതയും ഭയവും ഒറ്റപ്പെടലും എല്ലാം കാരണമാവാം. പെട്ടെന്നൊരിക്കൽ ഒരാൾ സ്നേഹം കാണിച്ചപ്പോൾ എല്ലാം മറന്ന് അവൾ ഇറങ്ങിപ്പോയത്. അന്നാദ്യമായി എലിസബത്ത് വീണ്ടും ജോണിനെ വിളിക്കുകയും മകളുടെ ഉത്തരവാദിത്തം ഡിവോഴ്സ് നേടിയെങ്കിലും സ്വന്തം പപ്പയിലും നിക്ഷിപ്തമാണെന്ന് ഓർമ്മിപ്പിച്ചത്. അന്ന് തന്നെ ജോണിൻ്റെ ആൾക്കാർ അവളെ കണ്ടുപിടിക്കുകയും താമസിയാതെ തന്നെ അമേരിക്കയിലേക്ക് തിരിച്ചയക്കുകയും ചെയ്തു. പകൽ മുഴുവൻ ഋതു വരുന്ന പ്രതീക്ഷിച്ച് ഉമ്മറത്തും അകത്തുമൊക്കെയായി കഴിച്ചുകൂട്ടി. വൈകുന്നേരമായിട്ടും കാണാതായപ്പോൾ മൂവന്തി ആവാറായി, നോക്കിയിരിക്കുന്ന ആളിന്നിന് വരവുണ്ടാവില്ല കൊച്ചേ എന്ന ഉണ്ണിയമ്മയുടെ ഓർമ്മപ്പെടുത്തലാണ് ഓർമ്മ വന്നത്. എന്നിട്ടും എന്തോ മിഴികൾ മുറ്റം കടന്ന് ഗേറ്റിന് പുറത്തു നിന്ന് കടന്നു വരുന്ന അതിഥിക്കായി കാത്തിരുന്നു. പെട്ടെന്നൊരു വെളുത്ത സ്വിഫ്റ്റ് കാർ ഗേറ്റിന് പുറത്ത് വന്ന് നിൽക്കുകയും അതിൽ നിന്നും ഋതു ഇറങ്ങി വരികയും ചെയ്തു. സ്വന്തം കണ്ണുകളെ വിശ്വസിക്കണോ വേണ്ടയെന്നോർത്തൊരു നിമിഷം ശങ്കിച്ച് നിന്ന ശേഷം മുറ്റത്തേക്ക് ഓടിയിറങ്ങി. അതിനുള്ളിൽ ഗേറ്റ് കടന്ന് മുറ്റവും താണ്ടി അവൾ എൻ്റെ മാറിൽ ചാഞ്ഞു. 6 വർഷത്തെ അകൽച്ച നൽകിയ വിടവില്ലാതാക്കി. ഒഴുകിത്തുടങ്ങിയ കണ്ണുനീർത്തുള്ളികളെ ഇടതു കൈവെള്ളയിൽ തുടച്ചു മാറ്റി അവളെ ചേർത്ത് പിടിച്ച് പടി കയറുമ്പോൾ ഞങ്ങൾ വീണ്ടും ആ പഴയ ക്യാമ്പസിൽ എത്തിപ്പെട്ടെന്ന് തോന്നി. കലാലയ സ്മരണകളുടെ നിറമുള്ള ഓർമ്മകൾ അവളുടെ ചുണ്ടുകളുടെ കോണിൽ ഒരു ചെറുപുഞ്ചിരി നൽകി തെന്നിമാറി. ഞാൻ അവളെ വീണ്ടും വീണ്ടും കാണാനെന്ന വണ്ണം നോക്കി കണ്ടു. ക്യാമ്പസിലെ നീളൻ വാഗമരങ്ങളുടെ കൊഴിഞ്ഞ പൂക്കളിലൂടെ തിളങ്ങുന്ന കണ്ണുമായി ഓടി നടന്നിരുന്ന ഒരു പെൺകുട്ടി. എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഋതുവുമായി വിദൂര സാമ്യം പോലും ഇല്ലല്ലോ എന്നോർത്തപ്പോൾ ഉള്ളിലെവിടെയോ ഒരു നീറ്റൽ. സൂക്ഷിച്ച് നോക്കിയാൽ കണ്ണുകളുടെ ആഴങ്ങളിലെവിടെയോ പഴയ ആ തിളക്കം ഒട്ടും പ്രഭയില്ലാതെ ഗതകാല സ്മരണകളിൽ അകന്നേറി കഴിയുന്നുണ്ടെന്ന് തോന്നി. ഋതു, ഇനി ഒരിക്കലും നിന്നെ കാണാൻ കഴിയുമെന്ന് കരുതിയിരുന്നില്ല. പപ്പമ്മ കൂട്ടിയ കാപ്പി ഊതി കുടിച്ചുണ്ടവൾ എൻ്റെ മുഖത്തേക്ക് നോക്കി ശബ്ദമില്ലാതെ പുഞ്ചിരിച്ചു. ഒപ്പം കണ്ണുകളുടെ കോണുകളിൽ 2 നീർത്തുള്ളികൾ സ്വയം അറിയാതെ ഉരുണ്ടുകൂടി പൊഴിയാൻ മടിച്ച് നിന്ന് വിറവുണ്ടു. ഞാനും കരുതിയല്ല പ്രിയ, വീണ്ടും നാട്ടിലേക്ക് വരുന്നു, നമ്മൾ ഇതുപോലെ കണ്ടുമുട്ടുന്നു. ലൈഫ് ഈസ് സംടൈംസ് മോർ ഡ്രാമാറ്റിക് ദാൻ വി തിങ്ക്. അല്ലയുടെ എഴുത്തുകാരി. ശരിക്കും എനിക്കും പലപ്പോഴും തോന്നാറുണ്ട് ഋതു, നീ ഈ പറഞ്ഞത് ലൈഫ് ഈസ് എ ഡ്രാമ ആൻഡ് വി ഓൾ ആർ മിയർലി ആക്ടേഴ്സ് എന്നല്ലേ ഷേക്സ്പിയർ പോലും പറഞ്ഞിട്ടുള്ളത്. ആരോ എഴുതി വെച്ച തിരക്കഥ. ഏറ്റവും നന്നായി അഭിനയിക്കുന്നതിന് ഏറ്റവും നല്ല മാർക്ക് അല്ലേ ഋതു? പക്ഷേ ചിലരുടെ ജീവിതത്തിൽ അതിനാടകീയത മാത്രം കുത്തി നിറച്ചെന്ന് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല ഇത്ര നാളും. ഋതു, ഞാനൊരിക്കൽ നിന്നെ തേടി നിൻ്റെ വീട്ടിൽ പോയിരുന്നു. ഒരിക്കലും പോകാൻ പാടില്ലാത്ത വഴികളിലൂടെ നിൻ്റെ ജീവിതം പോകുന്നതെന്നറിഞ്ഞപ്പോൾ അവിടെ നിൻ്റെ വല്യമ്മച്ചി മറവി രോഗത്തിൻ്റെ കാഠിന്യത്തിൽ ചുറ്റുമുള്ളതെല്ലാം മറന്നു. ചിലപ്പോൾ സ്വയം ആരെന്ന് പോലും അറിയാത്ത അവസ്ഥയിലായിരുന്നു. എത്രയോ പ്രാവശ്യം എനിക്ക് വിളമ്പി തന്നിരുന്ന ആ കയ്യിൽ പിടിച്ചിരുന്ന് കരയാൻ മാത്രമേ എനിക്കന്ന് കഴിഞ്ഞുള്ളൂ.
പിന്നെ ഏലിയാമ്മച്ചിയിൽ നിന്നാണ് അറിഞ്ഞത് നിന്നെ പപ്പ തിരികെ അമേരിക്കയിൽ കൊണ്ടുപോയി എന്ന്. എന്തെങ്കിലും ഒരിക്കൽ നീ തിരികെ വരുന്ന എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതാ ഞാൻ എൻ്റെ ഫോൺ നമ്പർ ഏലിയാമ്മച്ചിയുടെ കയ്യിൽ കൊടുത്തു വന്നത്. പപ്പ നിന്നെ തിരികെ കൊണ്ടുപോയി. ആദ്യ ഭാര്യയിലെ മകളെന്ന ബാധ്യത ഒഴിവാക്കാനാവും കിരണിനെ കൊണ്ട് എന്നെ വിവാഹം കഴിപ്പിച്ചത്. പപ്പയുടെ ഏതോ സുഹൃത്തിൻ്റെ മകനായിരുന്നു കിരൺ. വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ ലോസ് ഏഞ്ചൽസിലേക്ക് താമസം മാറി. മമ്മിയിൽ നിന്ന് ഒരുപാട് ദൂരാകുന്നു. ഒരു പക്ഷേ മമ്മിയിൽ നിന്ന് എന്നെ അകറ്റണമെന്ന് പപ്പ കരുതിയിട്ടുണ്ടാവും, അറിയില്ല. ജനിച്ച അന്ന് മുതൽ അനുഭവിക്കുന്ന ദുഃഖങ്ങൾക്കും കുടിച്ചു തീർത്ത കണ്ണീനും പകരമായിട്ട് ദൈവം തന്നൊരു ചെറിയ പ്രകാശമായിരിക്കായി വിവാഹമെന്ന സ്വപ്നം കണ്ട ഞാൻ വിവാഹത്തിലേക്ക് ഇറങ്ങി തിരിച്ച്. പക്ഷേ വിധി എന്നെ അവിടെയും പരാജയപ്പെടുത്തി. പ്രിയ, കിരൺ ഓർക്കുമ്പോൾ തന്നെ ഭയപ്പെടുത്തുന്ന ഒരു ക്യാരക്ടറായിരുന്നു അയാൾ. മറ്റുള്ളവരുടെ വേദന കാണുന്നതിലൂടെ ആഹ്ലാദം കണ്ടെത്തുന്ന ഒരു മൃഗം. ഋതു എൻ്റെ മുഖത്തേക്ക് മിഴികളൂന്നി നിർവികാരതയോടെ അത് പറയുമ്പോഴും അവൾ അനുഭവിച്ച വേദനകളുടെ തീക്ഷ്ണത നിറഞ്ഞ തുളുമ്പിയ കണ്ണുകൾ വിളിച്ചോതിക്കൊണ്ടിരുന്നു. പ്രിയ, നീ കണ്ടോ, ഞാനിപ്പോൾ ഫുൾ സ്ലീവ് ഡ്രസ് ഇട്ട് മാത്രമേ പുറത്തിറങ്ങാറുള്ളൂ. മറ്റൊന്നും കൊണ്ടല്ല, കൈയും ദേഹം മുഴുവൻ മുറിപ്പാടുകളാണ്. അയാൾ ബ്ലേഡ് കൊണ്ട് വരഞ്ഞ പാടുകൾ ഒരിക്കലും മായാത്ത മുറിപ്പാടുകളായി എൻ്റെ ദേഹത്തും എൻ്റെ മനസ്സിലും പതിഞ്ഞു കിടക്കുകയാണ്. അയാളെന്ന മൃഗത്തിൻ്റെ ക്രൂര വിനോദം. അയാൾ പുറത്തു പോകുമ്പോൾ മുറിയിൽ പൂട്ടിയിട്ടായിരുന്നു പോകുന്നത്. മരിക്കാൻ എനിക്ക് ഭയമായിരുന്നു പ്രിയ. അല്ലെങ്കിൽ ഞാൻ എന്നീ വേദനയുടെ ആ ലോകത്തിൽ നിന്ന് മുക്തി നേടിയാനെ. എല്ലാം ഞാൻ സഹിച്ച് ജീവിച്ച്, ഒന്നും മമ്മിയെപ്പോലും അറിയിക്കാതെ. ഒരു പെണ്ണിനും ഒരു ഭാര്യയ്ക്കും സഹിക്കാനാവാത്ത കാര്യങ്ങളായിരുന്നു അയാൾ എന്നോട് ചെയ്ത്. മറ്റു സ്ത്രീകളെ വരെ അയാൾ വീട്ടിൽ വിളിച്ചുകൊണ്ടുവരുന്ന പതിവായി. ചിലപ്പോൾ അയാൾ എന്നെ ഒരു ഭാര്യയെ കണ്ടു കാണില്ലായിരിക്കാം. വേട്ടമൃഗത്തിൻ്റെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കപ്പെട്ട തീറ്റമൃഗമായിരിക്കാം ഞാൻ അയാൾക്ക്. മരിക്കും വരെ പ്രാണഭയത്തോടെ പൂട്ടിയിട്ട അഴികൾക്കുള്ളിൽ ശ്വാസം പോലും എടുക്കാൻ ഭയന്ന് പ്രാണൻ കയ്യിൽ പിടിച്ച് ഓടി നടക്കുന്ന ഒരാട്ടിൻകുട്ടി. വേട്ടമൃഗത്തിന് ഞാൻ വെറും മാംസമായിരുന്നിരിക്കാം. സ്വന്തം കൈപ്പത്തിയിലേക്ക് മുഖം കുനിച്ച് നിശബ്ദം കരയുന്ന ഋതുവിനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു നിൽക്കാനല്ലാതെ മറ്റൊന്നിനും കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഞാനും. ഒരിക്കൽ കോളേജിൽ NSS കുട്ടികളുടെ എല്ലാം ബ്ലഡ് ചെക്ക് ചെയ്യാൻ വന്നിരുന്നു. ഒരു ഫണ്ട് റേസിംഗ് പ്രോഗ്രാം ആയതുകൊണ്ട് ഞങ്ങളെല്ലാവരും പങ്കെടുത്തിരുന്നു. പക്ഷേ ഋതു മാത്രം ക്ലാസ് മുറി വിട്ട് പുറത്തിറങ്ങിയില്ല. അവൾക്ക് ഭയമായിരുന്നു. എന്നിട്ടും ഞങ്ങളെല്ലാവരും അവളെ കൊണ്ടുപോയി ബ്ലഡ് ചെക്ക് ചെയ്യിപ്പിച്ചു. ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ അവൾ കൊച്ചുകുട്ടിയെപ്പോലെ എൻ്റെ തോളിൽ ചാഞ്ഞിരുന്ന് കരഞ്ഞു. ഋതു, ഒരു ചെറിയ വേദന പോലും സഹിക്കാൻ കഴിയാതിരുന്ന നിന്നെയാണല്ലോ ആ ചെകുത്താനിങ്ങനെ ഇഞ്ചിഞ്ചായി മുറിപ്പെടുത്തിയത്. കലങ്ങിയ കാലുകൾ പുറം കൈയിൽ തുടച്ച് അവൾ മെല്ലെ എഴുന്നേറ്റ് മുറ്റത്തൂടെ പതിയെ നടന്നു തുടങ്ങി. അവളുടെ ദുഃഖസാന്ദ്രമായ ജീവിതകഥ കേട്ട് കലങ്ങി ചുവന്ന കണ്ണുകൾ പതിയെ അടച്ച് അർക്കൻ ചെങ്കടലിൽ എരിഞ്ഞടങ്ങി. ഋതു വീണ്ടും പറഞ്ഞു തുടങ്ങി. പ്രിയ, ജീവിതം യാതൊരു പ്രതീക്ഷയും നൽകാതെ കടന്നുപോയിക്കൊണ്ടിരുന്നു. ഓരോ നിമിഷങ്ങൾക്ക് ഓരോ സംവത്സരങ്ങളുടെ ദൈർഘ്യമുണ്ടായിരുന്നു എന്നെനിക്ക് തോന്നാറുണ്ടായിരുന്നു. വേദനകളുടെ ലോകത്തോട് പൊരുത്തപ്പെട്ട എൻ്റെ ശരീരം എല്ലാം നിർവികാരതയോടെ അനുഭവിക്കാൻ പഠിച്ചു. ജീവിക്കുന്നു എന്നതിൻ്റെ യാതൊരു അടയാളങ്ങളുമില്ലാതെ കടന്നുപോയിക്കൊണ്ടിരുന്ന എൻ്റെ ജീവിതത്തിൽ ദൈവം അവസാന ശ്വാസം എന്ന പോലെ ഒരു ജീവൻ്റെ തളിര് നാട്ടി. ഞാൻ വീണ്ടും സ്വപ്നം കാണാൻ ശ്രമിച്ചു. ഞാനും എൻ്റെ കുഞ്ഞും ആരും തിരിച്ചറിയാതെ ദൂരെ എവിടെയെങ്കിലും പോയി സ്വസ്ഥതയോടെ ജീവിക്കുന്നു. പക്ഷേ വിധിക്ക് എപ്പോഴും എന്ന പോലെ എന്നെ തോൽപ്പിക്കുന്നില്ലായിരുന്നു താല്പര്യം. 7-ാം മാസം ഒരു ചെറിയ ആക്സിഡൻറ്റിൽ എനിക്കെൻ്റെ കുഞ്ഞിനെ നഷ്ടമായി. ഹോസ്പിറ്റലിൽ ചെക്കപ്പ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന വഴി ബസ്സിൽ നിന്നിറങ്ങുമ്പോൾ കാല് തെറ്റി വീണതായിരുന്നു. എൻ്റെ കുഞ്ഞിനെ നഷ്ടമായതിനൊപ്പം ഏതൊരു പെണ്ണിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം, ഒരമ്മയാവാനുള്ള അവകാശം, അതും കൂടി എനിക്ക് നഷ്ടമായി. ആശുപത്രിയിൽ വെച്ച് എൻ്റെ യൂട്രസ് റിമൂവ് ചെയ്തിരുന്നു. അമിത രക്തസ്രാവത്തെ തുടർന്ന് എൻ്റെ ജീവിതത്തിൽ അവസാനം വെളിച്ചം അവിടെ അണഞ്ഞു. ഇനി ഇരുട്ട് മാത്രം നിറഞ്ഞ എൻ്റെ ജീവിതവും ഞാനും മാത്രം ബാക്കി. അസ്തമയ സൂര്യൻ ഉപേക്ഷിച്ച് പോയ ഭൂമിയിലേക്ക് നേർത്ത ഇരുട്ട് പരന്നിരുന്നു. പുറത്ത് കത്തി നിൽക്കുന്ന നിയോൺ ബൾബുകൾക്ക് പുറംതിരിഞ്ഞു നിന്നിരുന്ന ഋതു തൻ്റെ വേദനയുടെ ബാക്കി പത്രം എന്ന പോലെ ഒഴുകി വരുന്ന കണ്ണുനീർ ഞാൻ കാണാതിരിക്കാൻ ഇരുട്ടിലേക്ക് മുഖം നീട്ടി നിന്നു. പ്രിയ, ഈ കഴിഞ്ഞുപോയ വർഷങ്ങൾക്കുള്ളിൽ എൻ്റെ ജീവിതത്തിൽ ഒരു നല്ല കാര്യം നടന്ന പിന്നീടായിരുന്നു. ഇനിയൊരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയില്ല എനിക്കെന്ന് കാട്ടി അയാൾ ഡിവോഴ്സ് ആവശ്യപ്പെട്ടു. ഒടുവിൽ പപ്പയും അമ്മയും സഞ്ചരിച്ച അതേ പാതയിലൂടെ ഞാനും. ഡിവോഴ്സ് എന്ന ഒറ്റ വാക്കിൽ തിരിച്ചു കിട്ടിയ ജീവൻ കയ്യിൽ മുറുകെ പിടിച്ച് തിരിഞ്ഞു നടന്നു എൻ്റെ പഴയ മുറിയിലേക്ക്. ഞാൻ വീണ്ടും ആ പഴയ 8 വയസ്സുകാരിയായതുപോലെ തോന്നി എനിക്ക്. പപ്പയും അമ്മയും ഡിവോഴ്സ് നേടി പിരിഞ്ഞ ശേഷം ഭയപ്പെടുത്തുന്ന ഏകാന്തതയും തുറിച്ചു നോക്കുന്ന ഇരുട്ടിനെയും ഭയപ്പെട്ട് ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞു തളർന്നുറങ്ങുന്ന 8 വയസ്സുകാരി കുട്ടി. നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന ജീവിതം തിരികെ ലഭിച്ചെന്ന് തോന്നലുണ്ടാക്കി എന്നെ വീണ്ടും സ്വപ്നം കാണാൻ പഠിപ്പിച്ച എൻ്റെ കുഞ്ഞ്. ഞാൻ 7 മാസം മനസ്സിൽ താരോലിച്ച് എൻ്റെ വയറ്റിൽ ചുമന്ന കുഞ്ഞ് ഓർക്കാപ്പുറത്ത് നടുമ്പുറത്ത് വീണ അടി പോലെ ഞെട്ടിത്തിരിഞ്ഞ് നോക്കുമ്പോൾ ശൂന്യതയിലേക്ക് അവൾ നടന്നു പോകുന്നതാണ് കണ്ടത്.
കൂടെ അമ്മയാവുക എന്നെൻ്റെ സ്വപ്നവും. ഇനി ഒരിക്കലും ഒരു അമ്മയാവാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം എനിക്ക് സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു. പതിയെ എനിക്കെൻ്റെ മനസ്സ് കൈവിട്ടു പോകുന്നു എന്ന് തോന്നിത്തുടങ്ങി. ഡിപ്രഷൻ എന്ന അവസ്ഥയിലേക്ക് ചെന്നെത്തിപ്പെട്ട മനസ്സിനെ വൈദ്യശാസ്ത്രത്തിൻ്റെ സഹായത്തോടെയാണ് എനിക്ക് തിരിച്ചു കിട്ടിയത്. കുറച്ച് മാസങ്ങൾ നീണ്ടുന്ന ട്രീറ്റ്മെൻറ്റിന് ശേഷം മരുന്ന് നിർത്തി. അടുത്തുതന്നെയുള്ള ഒരു ലോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് ജോലി സംബന്ധമായി അല്ലാതെയുമുള്ള പിരിമുറുക്കങ്ങളെല്ലാം മറന്ന് മെൻ്റലി ഫ്രീ ആവാനായിട്ടാണ് ഈ ലോ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കുന്നത്. മാനസികമായി എന്നിലേക്ക് തന്നെ ഉൾവലിഞ്ഞ് ഞാൻ മാത്രമുള്ളൊരു ലോകം സൃഷ്ടിച്ച് അതിലൊറ്റയ്ക്ക് കഴിഞ്ഞിരുന്ന എനിക്ക് കാരണങ്ങളില്ലാതെ ചിരിക്കാൻ കഴിയുമെന്ന് പഠിപ്പിച്ചു തന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ട്രെയിനർ നിക്കോളാസ് ആയിരുന്നു. 4 വർഷം ഞാൻ മുടങ്ങാതെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിക്കൊണ്ടിരുന്നു. ഈ 4 വർഷങ്ങൾക്കിടയിൽ എപ്പോഴോ തരിശുഭൂമിയായി കിടന്നിരുന്ന എൻ്റെ മനസ്സിലും തളിർനാമ്പ് മുളക്കുമെന്ന് എനിക്ക് മനസ്സിലായി. നിക്കോളാസുമായിട്ടുള്ള സൗഹൃദം കൂടുതൽ ദൃഢമായി വന്നു. പ്രണയമെന്നോ അതോ സൗഹൃദമെന്നോ എന്തു പേര് ചൊല്ലി വിളിക്കണമെന്നറിയാത്ത ഞങ്ങളുടെ ബന്ധം ശരിക്കും എനിക്കൊരു ആശ്വാസമായിരുന്നു. അങ്ങനെ 4 വർഷത്തെ സൗഹൃദത്തിനും പ്രണയത്തിനും ശേഷം 2018 ഞങ്ങൾ വിവാഹിതരായി. നിക്കോളാസിന് 40 വയസ്സായി, എന്നെക്കാളും 12 വയസ്സ് കൂടുതൽ. അയാൾ മുമ്പൊന്ന് വിവാഹം കഴിച്ചതായിരുന്നു, പിന്നീട് അത് ഡിവോഴ്സായി. ആ ബന്ധത്തിൽ 16 വയസ്സുള്ളൊരു കുട്ടിയുണ്ട്. പക്ഷെ അതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ലായിരുന്നു. ഞങ്ങൾ വിവാഹിതരായിട്ട് 1.5 വർഷം കഴിഞ്ഞു. നൗ ഐ നോ വാട്ട് ഹാപ്പിനെസ് ഈസ്. ആകെയുള്ള ഒരു വിഷമം കുഞ്ഞില്ലെന്നതാണ്. സത്യത്തിൽ ഇപ്പോൾ നാട്ടിൽ വന്നു അതിനുവേണ്ടിയായിരുന്നു. യൂട്രസ് റിമൂവ് ചെയ്തുകൊണ്ട് സ്വന്തം ചോരയിൽ ഒരു കുഞ്ഞെന്ന് ഞങ്ങളുടെ ആഗ്രഹം നടക്കാനൊരു വാടക ഗർഭപാത്രം ആവശ്യമാണ്. അതിൻ്റെ കാര്യമായിട്ടാണ് ഞാൻ നാട്ടിൽ വന്നത്. മംഗലാപുരം ട്രീറ്റ്മെൻ്റ് അല്ല, കോഴികളുള്ളൊരു സ്ത്രീയായിട്ടാണ് കരാർ ഒപ്പിട്ടിരിക്കുന്നത്. ഇന്ന് നടന്നാൽ ഞങ്ങൾ ഒരിക്കൽ കൂടെ നാട്ടിൽ വരും, ഞങ്ങളുടെ കുഞ്ഞിനെ കൊണ്ടുപോകാനായി. എൻ്റെ ജീവിതത്തിൽ ഇനിയുള്ള പ്രതീക്ഷ ആഗ്രഹം ഇത് മാത്രമേ ഉള്ളൂ പ്രിയ. നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ ഇരു കൈകളും കൂട്ടിപ്പിടിച്ച് കണ്ണീരുണങ്ങിയ മുഖത്ത് പ്രതീക്ഷയുടെ ചിരിയുമായി അവൾ പറഞ്ഞു നിർത്തിയപ്പോൾ ദുഃഖങ്ങളുടെ കണക്ക് പുസ്തകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയത് എൻ്റെ എന്ന് പറഞ്ഞു നടന്നിരുന്ന ഞാൻ അവൾ അനുഭവിച്ച വേദനകളുടെ മുമ്പിൽ എനിക്ക് ജീവിതം വെച്ച് നീട്ടിയ കയ്പ് നീർ തുലവും തുച്ഛമെന്ന് ഓർത്തുപോയി. അടുത്ത പ്രഭാതത്തിൽ അവൾ യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ മനസ്സ് മുഴുവൻ അവൾക്കായും അവളുടെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനുമായിട്ടുള്ള പ്രാർത്ഥനകൾ മാത്രമായിരുന്നു. പ്രിയപ്പെട്ട ഋതു, 1 വർഷം മുന്നേ ഒരു പ്രഭാതത്തിൻ്റെ തെളിമയിലേക്ക് വിളിച്ചുണർത്തുന്ന ഒരു ഫോൺ കോളായി എന്നിലേക്ക് വീണ്ടും വന്നു നീ താണ്ടിയ ദുരിതപർവ്വത്തിൻ്റെ ദൈർഘ്യതയും ദീനതയും എന്നിലേക്ക് പകർന്ന് ഒരു പുതിയ പ്രത്യാശയുടെ തിരിയുമേന്തി ഈ മുറ്റം കടന്ന് നടന്നകന്നത് ഞാൻ ഇന്നലെ എന്നതുപോലെ ഓർമ്മിക്കുന്നു. ഇനിയും ഒരു കണ്ടുമുട്ടൽ നമ്മൾ തമ്മിൽ ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. എങ്കിലും എനിക്ക് ഉറപ്പുണ്ട്, നിന്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം നിറവേറ്റി സ്നേഹത്തിൻ്റെ കൊടുമുടികൾ പറന്നുയരുന്നുണ്ടാവും എൻ്റെ ഋതുപക്ഷി. ഇത് നിനക്കായി കുറിക്കുന്ന എൻ്റെ സ്നേഹം നിന്നെപ്പോലെ എന്നെപ്പോലെ നമുക്ക് ചുറ്റും കൊട്ടിയടക്കപ്പെട്ട വാതിലുകൾക്ക് പിന്നിൽ കരിഞ്ഞുണങ്ങുന്ന കണ്ണുനീർ തുള്ളികൾക്ക് വേണ്ടി.